എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു 3D സ്ട്രക്ചറിന്റെ അനാലിസിസും ഡിസൈനും എങ്ങനെ സ്റ്റാഡ് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് 3D ഫ്രെയിം ആയതുകൊണ്ട് സ്പേസ് കൊടുക്കാം. പേര് നമുക്കൊരു 3D ഡിസൈൻ കൊടുക്കാം. ഇവിടെ യൂണിറ്റ് നോക്കണം, മീറ്റർ ആണോ കിലോ ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ആഡ് ബീം ആയിരിക്കണം, ദെൻ ഫിനിഷ്. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഗ്രിഡുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ഒരു കോളം വരയ്ക്കാം, അത് വെച്ച് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. സോ ഞാൻ 0-ൽ നിന്നും 4-ലേക്ക് ഒരു കോളം വരച്ചു. അത്രയാണ് ഞാൻ വരയ്ക്കണുള്ളൂ. ഇതാണ് നമ്മുടെ കോളം. ഓക്കെ, ഇനി ഞാൻ ഈ കോളത്തിനെ ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് വഴി കുറച്ച് കോളംസ് ആക്കി മാറ്റാൻ പോവാണ്. സോ ഞാൻ എക്സ് ഡയറക്ഷനിൽ ഈ കോളത്തിനെ പ്രൊജക്റ്റ് ചെയ്യും, ഒരു 3 മീറ്റർ ഇൻ്റർവെല്ലിൽ എക്സ് ഡയറക്ഷനിൽ. അതിനായിട്ട് ജോമെട്രി, ആദ്യം നമുക്ക് ഈ കോളം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, ജോമെട്രി, ട്രാൻസ്ലേഷണൽ റിപ്പീറ്റ്. അപ്പം എനിക്ക് ഇതുപോലെ 2 വട്ടം റിപ്പീറ്റ് ചെയ്യണം. സോ ഞാൻ 2 സ്റ്റെപ്പ് കൊടുക്കുകയാണ്. 3 മീറ്ററാണ് എൻ്റെ ഇൻ്റർവെൽ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇത് മാറ്റി 3 എന്ന് കൊടുത്തു. ഒരു സ്റ്റെപ്പും കൂടി എനിക്ക് വേണം, അപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു. വേണമെങ്കിൽ ഒരെണ്ണം 3 മീറ്ററും ഒരെണ്ണം 4 മീറ്ററും കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ നമുക്ക് കൊടുക്കാം. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്? ഇതാണ് നമ്മളുടെ മുകളിലോട്ടാണ് വൈ ഡയറക്ഷൻ. ഞാൻ ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ്. സോ എക്സ് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റെപ്സിനെ, ഈ ഒരു കോളംസിനെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്, ലിങ്ക്. അപ്പോൾ ലിങ്ക് സ്റ്റെപ്പ് കൊടുക്കാം. ദെൻ അടിഭാഗം ഓപ്പൺ ആയിട്ട് ഇടണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അടിഭാഗം ഓപ്പൺ ബേസും കൊടുക്കാം. ഓപ്പൺ ബേസ് കൊടുത്തു. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വരികയെന്ന്. വാവ്, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പിന്നിലോട്ട്, അതായത് സെഡ് ഡയറക്ഷനിൽ പിന്നിലോട്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്യണം. സോ ഞാൻ വീണ്ടും ഇതിനെ മൊത്തം സെലക്ട് ചെയ്തു. വീണ്ടും ജോമെട്രിയിൽ പോയി ട്രാൻസ്ലേഷണൽ റിപ്പീറ്റ് എടുത്തു. ഈ വട്ടം സെഡ് ഡയറക്ഷൻ ആണ്. സോ സെഡ് എന്ന് കൊടുത്തു. 3 വട്ടം ഞാൻ ഇതിനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ പ്ലാൻ ആണ്. എല്ലാത്തിനും സ്പേസിങ് 5 മീറ്റർ തന്നെയാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് മാറ്റാം, ഒരു 4 മീറ്റർ ആക്കാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പുകൾ നമ്മൾ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യണം. അടിഭാഗം ഓപ്പൺ ആക്കി തന്നെ ഇടണം. സോ ഓപ്പൺ ബേസ് കൊടുക്കണം. നമുക്ക് കൊടുത്തു നോക്കാം. ഇങ്ങനെ സെഡിൽ ഇവിടെ പോസിറ്റീവ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുന്നിലോട്ടാണ് വരിക. നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലാണ് ഇതൊക്കെ പിന്നിലോട്ട് വരുള്ളൂ. നമ്മുടെ പ്ലാൻ അനുസരിച്ച്, നിങ്ങൾ പ്രൊജക്റ്റിന് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു രൂപമായി. ഇതിൻ്റെ മുകളിലോട്ടൊരു നിലയും കൂടി ഉണ്ട്, അപ്പോൾ അതെനിക്ക് ചെയ്യണം. സോ ഞാൻ മുകളിലേക്കുള്ള നില വരയ്ക്കാൻ പോവാണ്. സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. വീണ്ടും ട്രാൻസ്ലേഷണൽ റിപ്പീറ്റ്. ഈ വട്ടം എനിക്ക് മുകളിലോട്ട് റിപ്പീറ്റ് ചെയ്യണ്ടേ. സോ ഞാൻ വൈ കൊടുത്തു. നമുക്ക് ബിൽഡിങ്ങിന് 4 മീറ്റർ ഹൈറ്റ് മതി. സോ 4 കൊടുത്തു. ഒരു സ്റ്റെപ്പാണ് ഞാൻ കൊടുക്കണുള്ളൂ. ലിങ്ക് സ്റ്റെപ്സ് കൊടുത്തു. ഓക്കെ, വാവ്, നമ്മുടെ ബിൽഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡിങ്ങിന് ഓരോരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിന് ഫൗണ്ടേഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കമാൻഡ്സിൽ സപ്പോർട്ട് സ്പെസിഫിക്കേഷനിൽ നമുക്ക് ഫിക്സ്ഡ് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിടാം. സോ ഫിക്സ്ഡ് കൊടുത്തു. ദെൻ നമുക്കിത് അസൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വ്യൂ ഒന്ന് മാറ്റാം. ഇവിടെ വ്യൂ മാറ്റി അടിഭാഗത്തുള്ള എല്ലാ നോഡ്സും നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം എല്ലാ നോഡ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. അസൈൻഡ് ടു സെലക്റ്റഡ് നോഡ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ കാണുന്ന എല്ലാ നോഡിലേക്കും ഇത് കണക്ട് ആവും. ദെൻ അസൈൻ കൊടുക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അസൈൻ ആയി. ക്ലോസ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്
ഇതിന്റെ ഈ ഒരു സെക്ഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കണം. അപ്പോൾ കമാൻഡ്സിൽ പോയിട്ട് മെമ്പർ പ്രോപ്പർട്ടിയിൽ പ്രിസ്മാറ്റിക് എടുക്കുകയാണ് നമ്മൾ. നമുക്ക് ആദ്യം കോളം കൊടുക്കാം. കോളത്തിനൊക്കേനും 0.3 മീറ്റർ ആണ് ഞാൻ വിഡ്ത്ത് കൊടുക്കണേ. മറ്റേതൊരു 0.35 കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തു. ഇനി ബീംസിനൊക്കെ ഞാൻ കൊടുക്കുന്നത് 0.25 വിഡ്ത്തും 0.5 ഡെപ്തും ആണ്. ഓക്കെ, സോ ഡെപ്ത് എന്ന് പറയുമ്പോൾ y ആണ് വരിക. സോ ഇത് 0.5ഉം ഇത് 0.25ഉം കൊടുത്തു, ആഡ് കൊടുത്തു. എനിക്കിതൊക്കെ അസൈൻ ചെയ്യണം. ഞാൻ ആദ്യം കോളം അസൈൻ ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഓരോ കോളായിട്ട് എനിക്ക് പിക്ക് ചെയ്യാം. അതെനിക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് സെലക്റ്റിൽ ബീംസ് പാരലൽ ടു y എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എടുത്തു. ഓട്ടോമാറ്റിക്കലി എല്ലാ കോളംസും സെലക്ട് ആയി. അസൈൻ ടു സെലക്ട് ബീംസ് കൊടുത്തു, യെസ് കൊടുത്തു. സോ നമ്മുടെ എല്ലാ കോളവും അസൈൻ ആയി. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ 3D റെൻഡറിങ് പോയി നോക്കാം. കണ്ട കോളംസ് എല്ലാം അസൈൻ ആയിട്ടുണ്ട്. ഇനി ബീംസ് കൊടുക്കണം. സോ ഞാൻ ബീംസിൽ ക്ലിക്ക് ചെയ്തു, സെലക്ട് എടുത്തു, ബീംസ് പാരലൽ ടു എക്സും ബീംസ് പാരലൽ ടു സെറ്റും എടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ബീംസും ഓൾറെഡി ആയിട്ടുണ്ട്. ദെൻ അസൈൻ കൊടുത്തു, യെസ്.
യെസ്, കണ്ട ഫുൾ സ്ട്രക്ചറിൽ സെൽഫ് വെയിറ്റ് ആയി. ഇനി ഇത് ബീംസിന് മാത്രമേ വേണ്ടൂ. നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ബീംസ് പാരലൽ ടു എക്സ് ആൻഡ് സെലക്ട് ബീംസ് പാരലൽ ടു സെറ്റ്. എല്ലാ ബീമും ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തു, അസൈൻഡ് ടു സെലക്ടഡ് ബീംസ് കൊടുത്തു, അസൈൻ കൊടുത്തു, യെസ് കൊടുത്തു. വാവ്, അപ്പം അത്രയും വന്നു, ഇത്രയും സംഭവങ്ങൾ വന്നു. ഇനി ലൈവ് ലോഡ് ഉണ്ട്. ലൈവ് ലോഡിൽ സാധാരണ നമുക്ക് വരുന്നത് ലൈവ് ലോഡ് 3 ഒക്കെയാണ് വരാറ്. അത് നമുക്കറിയാം, സ്ലാബിന് ഡിസൈൻ പഠിച്ചപ്പോൾ അത് ഏരിയൽ ലോഡ് അല്ലെങ്കിൽ ഫ്ലോർ ലോഡായിട്ടാണ് വരിക. നമ്മൾ -3 എന്ന് കൊടുത്തു. റേഞ്ച് ഒക്കെ നേരത്തെ പോലെ തന്നെ 2 to 9 കൊടുത്തു. 3 ഫ്ലോർ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. ഓക്കെ, ആഡ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. സോ ഇത് ഓൾറെഡി ഇതിൽ അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടും -3 ആണ്. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇത് കിട്ടി നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ലോഡ് കോമ്പിനേഷൻസ് കൊടുക്കണം. ലോഡ് കോമ്പിനേഷൻസ് നമ്മുടെ 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡാണ്. സോ ഈ ഒരു ഭാഗത്ത് 1.5 ഫാക്ടർ കൊടുക്കണം. ഇതാണ് നമ്മുടെ ലോഡ് കോമ്പിനേഷൻ. ആഡ് കൊടുക്കണം. ഓക്കെ, ഇത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി എന്തെങ്കിലും കൊടുക്കാണ്ടോ നോക്കാം. ഡെഡ് ലോഡിൽ സെൽഫ് വെയിറ്റ് കൊടുത്തു, UDL കൊടുത്തു, അത് ബ്ലൂ ആണ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇത് കൊടുത്തു, ഡെഡ് ലോഡിൽ, അതുപോലെ ലൈവ് ലോഡിലും എന്ത് കൊടുത്തു? 3 കൊടുത്തു. ഇത്രയും ലോഡ്സ് നമുക്ക് അസൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അനാലിസിസ് നടത്താം. അനാലിസിസും റൺ അനാലിസിസും ഒക്കെ വഴി നമുക്ക് അനാലിസിസ് നടത്താം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡിസൈനും കൂടിയും ചെയ്തിട്ടാണ് ഞാൻ അനാലിസിസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനായിട്ട് കമാൻഡ്സിൽ ഡിസൈൻ എടുക്കുകയാണ്. അതിൽ കോൺക്രീറ്റ് ഡിസൈൻ എടുക്കുകയാണ്. ഇവിടെ കണ്ട കോഡ് ACA, ഇത് അമേരിക്കൻ കോഡാണ്. അത് മാറ്റി നമ്മുടെ സ്വന്തം കോഡായിട്ടുള്ള IS456 കൊടുക്കുക. വാവ്, അത് വന്നു. ഇനി നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ പാരാമീറ്റേഴ്സ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഇതിന് മൊത്തം ഇങ്ങനെ ഇടുക. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഈ ഒരു ബോക്സിലോട്ട് ഇട്ടാൽ മതിയാവും. ഓക്കെ, സോ നമ്മൾ ക്ലിയർ കവർ ഇട്ടു. നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഇട്ടാൽ മതി. ദിസ് ഈസ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, നമ്മൾ FCK എന്ന് പറയുന്നത് ഡിസൈനിൽ. ഇത് നമ്മളുടെ FY മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ FY ആണ്. ഇത് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റിന്റെ FY ആണ്. ഇത് മാക്സിമം സൈസ് ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇത് മാക്സിമം സൈസ് ഓഫ് ദി സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതുപോലെ തന്നെ മിനിമം സൈസ് ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റും മിനിമം സൈസ് ഓഫ് ദി സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റും നമുക്ക് വേണം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം ഡിസൈൻ ചെയ്യുമ്പോൾ. ദെൻ ഓക്കെ കൊടുക്കാം. ഓക്കെ, സെലക്ടഡ് പാരാമീറ്റേഴ്സ് റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം അനാലിസിസ് നടത്താം, അനലൈസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. സെലക്ട് പാരാമീറ്റേഴ്സ് ഓക്കെ കൊടുത്തു. ഒന്നുകൂടി കൊടുത്തു നോക്കാം. ഫസ്റ്റ് വൺ ക്ലിയർ കവർ, സെക്കൻഡ് വൺ FC കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, FY മെയിൻ, FY സെക്കൻഡറി, MX മെയിൻ, സെക്കൻഡറി, minimum size of the main reinforcement, minimum size of the second reinforcement. ഇത്രയും കൊടുത്തു, ഓക്കെ കൊടുത്തു. ദെൻ ഈ പാരാമീറ്റേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം.
ക്ലിയർ കവർ നമുക്ക് ഏകദേശം ഒരു 40 mm കൊടുത്തിടാം. ആഡ് FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ M25 ആണ് ഉപയോഗിക്കണം. M25 ആണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂണിറ്റ് ശ്രദ്ധിക്കണം, kN/m² ആണ്. സോ 25 × 1000 വരും. ഇത് കൊടുക്കണം. ആഡ് കൊടുത്തു. FY 415 ആണ്. സോ 415/30 കൊടുക്കണം. സെക്കൻഡ് റേഡിയം അതൊക്കെ തന്നെയാണ്. സോ 415/30 കൊടുക്കണം. ഇനി മാക്സിമം സൈസ് ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമുക്കൊരു 32 വരെ പോയാൽ മതി. അത് ആഡ് കൊടുക്കാം. ഇവിടെ അതുപോലെ മാക്സിമം സൈസ് ഓഫ് സെക്കൻഡ് റീഇൻഫോഴ്സ്മെന്റ് 12 വരെ മതി. അത് ആഡ് കൊടുക്കാം. മിനിമം സൈസ് നമുക്ക് 10 കറക്റ്റ് ആണ്. അത് ആഡ് കൊടുക്കാം. മിനിമം സൈസ് ഓഫ് സെക്കൻഡ് റീഇൻഫോഴ്സ്മെന്റ് 6 ആയാലും കുഴപ്പമില്ല, നമുക്ക് ആഡ് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ഇത് ഓരോന്നും എടുക്കുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ കൊടുക്കുക, FC എടുക്കുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ കൊടുക്കുക, FY മെയിൻ എടുക്കുക, അസൈൻ ടു വ്യൂ മൊത്തത്തിൽ അസൈൻ ചെയ്യാണ്, അസൈൻ കൊടുക്കുക, FY സെക്കൻഡറി അസൈൻ ടു വ്യൂ കൊടുക്കുക, മാക്സിമം സൈസ് ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യട്ടെ പറയാം. ഓക്കെ, ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കമാൻഡ്സ് കൊടുക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഡിസൈനിൽ വേണ്ടത് എന്നാണ്. അപ്പോൾ കമാൻഡ്സിൽ ഡിസൈൻ ഓഫ് ബീംസ് നമുക്ക് വേണം, ഡിസൈൻ ഓഫ് കോളംസ് നമുക്ക് വേണം, പിന്നെ ടോട്ടൽ ടേക്ക് ഓഫ് കണ്ട, പ്രിന്റ് ദി ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഫോർ ബീംസ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ആഡ് കൊടുക്കാം. ഡിസൈൻ ഓഫ് സ്ലാബ് നമുക്ക് വേണ്ട, കാരണം നമുക്ക് സ്ലാബ് നമ്മൾ മോഡൽ ചെയ്തിട്ടില്ലല്ലോ. അതിനുശേഷം ഡിസൈൻ ഓഫ് ബീംസ് എടുക്കുക, എന്നിട്ട് ബീംസിന് മാത്രം അസൈൻ ചെയ്യുക. സെലക്ട് ബീംസ് പാരലൽ ടു എക്സും സെലക്ട് ബീംസ് പാരലൽ ടു സെറ്റും കൊടുക്കുക. എല്ലാം വന്നിട്ടില്ലേ നോക്കുക. യെസ്, അതായി. ഇനി കോളം ഡിസൈൻ എടുക്കുക, സെലക്ട് എടുക്കുക, ബീംസ് പാരലൽ ടു കോളം എന്ന് പറഞ്ഞാലും ബീം തന്നെയാണ്, സ്റ്റാഡിന്റെ കണക്കൂട്ടലിൽ Y കൊടുക്കുക. അപ്പം എല്ലാം ആയിട്ടുണ്ട്. അസൈൻ ടു സെലക്ടഡ് ബീംസ്, അസൈൻ അതും കൊടുത്തു. ഇപ്പം നമ്മളെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി അനാലിസിസ് നടത്തി നോക്കാം. ഓക്കെ, കമാൻഡ്സ്, അനാലിസിസ്, പെർഫോം അനാലിസിസ്, ഓൾ, ഓക്കെ, അനാലിസിസ് ആൻഡ് റൺ അനാലിസിസ്. എറേഴ്സ് ഒന്നുമില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ്. 0 എറർ 0 വാർണിംഗ് ആണ്. ഓക്കെ, പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡിലോട്ട് പോയി നോക്കാം. ഡൺ. അപ്പോൾ ഏതൊക്കെ വേണമെന്ന് ചോദിക്കും കോമ്പിനേഷൻ ആയിട്ട്. നമുക്ക് ഇത് മാത്രമായാലും കുഴപ്പമില്ല. സോ ഇത് നമുക്ക് ആഡ് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ബെൻഡിങ് മൗണ്ട് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതൊക്കെ വന്നിട്ടുണ്ടാവും. അത് കൂടാതെ നമുക്കിതിൻ്റെ ഡിസൈനും കിട്ടിയിട്ടുണ്ടാവും. കണ്ട, ഇത് കോളാണ്, കോളത്തിൻ്റെ ഡിസൈനാണ്, കണ്ടില്ലേ? കമ്പി ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. എത്ര കമ്പിയാണ്? 16ന്റെ 4 കമ്പി വേണം. ഇതാണ് കോളത്തിന്റെ ഡിസൈൻ. ഇവിടെ എത്ര കമ്പി വേണം നോക്കാം. ഇവിടെയും അതന്നെ മതി, 12ന്റെ 4 കമ്പി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കാം, ഇവിടെയും 12ന്റെ 4 കമ്പി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇവിടെ നോക്കാം, അവിടെ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. 12ന്റെ 4 കമ്പി തന്നെ മതി. അപ്പോൾ ഡിസൈൻ കഴിഞ്ഞു, ഇതിന്റെ മൊത്തം ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബീമിന് ഡിസൈൻ നോക്കണം. ബീം എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നോക്കുക, കണ്ടില്ലേ? ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ. എത്രയാണ് ലോഡ് വരുന്നത്, എത്ര കമ്പി നമ്മൾ ഇടണം എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. 310 മുകളിൽ, അതുപോലെ തന്നെ ഇവിടെ 310 താഴത്ത്, ഇവിടെ 410 മുകളിൽ. അതുപോലെ തന്നെ സ്റ്റിറപ്സിന്റെ സ്പേസിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? 10 mm കമ്പി
ഇത്രയും സ്പേസിംഗിൽ ഇടണം എന്നൊക്കെ ഇതിലുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടി നമുക്ക്. ഓക്കെ, ഈ ബീമിന്റെ നോക്കാം, അതിൻ്റെയും ഡിസൈൻ ഉണ്ട്. കണ്ടില്ലേ എത്ര റീഇൻഫോഴ്സ്മെന്റ്സ് വേണം? 3 12 മുകളിൽ, 4 10 താഴത്ത്, ഇവിടെ 4 10 താഴത്ത്, ഇവിടെയും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് ഡിസൈനിൽ. അപ്പോൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ബീമിന്റെ ബെൻഡിങ് ഓൺ ഡയഗ്രോ, ഷിയർ ഫോഴ്സ് ഡയഗ്രോ, അതൊക്കെ എംസെറ്റോ അതുപോലെ തന്നെ FY ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടും. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ ഡീഫോർമേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്ന അറിയാം. ഇപ്പോൾ ഷിയർ ബെൻഡിങ് കാണാൻ പറ്റും ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഷിയർ ഷിയർ ഫോഴ്സ് ഡയഗ്രം കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വലത്തിൽ നമുക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത് ഡിസൈനാണ്. കോൺക്രീറ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ കോളത്തിന്റെ ഡിസൈനും അതുപോലെ തന്നെ ബീംസിന്റെ ഡിസൈനും ആണ് അതിൽ വരിക. രണ്ടും വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഇത് ബീമിന്റെ ഡിസൈനാണ്, ഇത് കോളത്തിന്റെയാണ്. കണ്ടില്ലേ, കോളത്തിന്റെ ഡിസൈൻ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക, ബീമിന്റെ ഡിസൈൻ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. രണ്ടും ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മൾക്ക് സ്റ്റാഡിൽ നിന്ന് കിട്ടുന്ന ഡിസൈൻ ഔട്ട്പുട്ട്. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് പ്രൊജക്റ്റിന് എന്ത് സ്ട്രക്ചർ ആയാലും ഒരു അനാലിസിസ് ചെയ്യേണ്ടി വരും, ഡിസൈൻ ചെയ്യേണ്ടി വരും. പക്ഷേ സ്റ്റാഡിലുള്ള ഡിസൈൻ സാധാരണ നമ്മൾ എവിടെയും അക്സെപ്റ്റ് ചെയ്യാറില്ല അധികം. കാരണം ഇറ്റ്സ് വെരി അൺഎക്കണോമിക്കൽ. സാധാരണ നമുക്ക് കോളത്തിന് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചധികം റീഇൻഫോഴ്സ്മെന്റ്സിൽ കൂടുതൽ വരും. സോ നമ്മൾ ചെയ്യാറുള്ളത് എപ്പോഴും അനാലിസിസ് മാത്രം സ്റ്റാഡിൽ നിന്ന് എടുത്തിട്ട് ഡിസൈൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ബെൻഡിങ് ഓൺ ഡയഗ്രം കാണുന്ന പരിപാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും ബെൻഡിങ് ഓൺ ഡയഗ്രം കാണാൻ പറ്റും. കണ്ടില്ലേ, അതിൽ കണ്ട് മാക്സിമം എടുത്ത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്ത് അനാലിസിസ് സ്റ്റാഡിൽ ചെയ്ത ഡിസൈൻ സാധാരണ മാനുവൽ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂൾസ് ഉപയോഗിച്ചോ ചെയ്യാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡിസൈൻ. അപ്പോൾ hope you understand the session. Okay, thank you.